പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോർ തെറിച്ചു വീണ സംഭവത്തിൽ നടപടിക്കൊരുങ്ങിയ അധികൃതർ വാഹനങ്ങൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂൾ ബസിന്റെ ഡോർ ഓടിക്കൊണ്ടിരിക്കെ തെറിച്ചു വീണത്. ഭാഗ്യം കൊണ്ട് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വിവരങ്ങളുമായി എം വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, വിദ്യാർത്ഥികളടക്കം ബസ്സിലുണ്ടായിരുന്ന സമയത്താണ് ഈ രീതിയിൽ ഡോർ തെറിച്ച് വീഴുന്നത്. മാത്രമല്ല, റോഡിൻ്റെ സൈഡിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടികൾ രക്ഷപ്പെട്ടതുപോലും ഭാഗ്യം കൊണ്ടാണ്. എന്താണ് സംഭവിച്ചത്? ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ടോം പറഞ്ഞതുപോലെ വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. ഒരു അപകടം ഉണ്ടായത് തന്നെ ദേശബന്ധു മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ സ്കൂൾ ബസിന്റെ വാതിലാണ് തകർന്നു വീണത്. ഈ സമയം സ്കൂളിൽ 30ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പ്രൈമറി മുതൽ വലിയ കുട്ടികൾ വരെയുള്ള 30ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടികൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേപോലെ തന്നെ ഈ വാതിൽ വീഴുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ റോഡരികിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ വാതിൽ വീണ സ്ഥലത്ത് ആളുകൾ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഇന്നലെ രാവിലെയാണ് സംഭവം. അതായത് സ്കൂളിലേക്ക് കുട്ടികളെ വിവിധയിടങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സാണ് തച്ചമ്പാറ റോഡിൽ നിന്നും അരപ്പാറ റോഡിലേക്ക് ഒരു പോക്കറ്റ് റോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് കയറി കുറച്ച് നീങ്ങിയതിനു ശേഷം ഈ ഡോറ് തകർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. കുട്ടികളൊക്കെ സുരക്ഷിതമായിരുന്നു. ബസ് പിന്നീട് സ്കൂളിൽ എത്തിച്ചു. കുട്ടികളൊക്കെ സുരക്ഷിതമായി ക്ലാസ് റൂമിലേക്ക് മാറ്റി. ഈ വാർത്ത, ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അടക്കമുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായി രംഗത്തെത്തിയത്. ഈ പാലക്കാട് RTO CU മുജീബിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങുമ്പോൾ അതിനു മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വിശദമായ പരിശോധനകളൊക്കെ നടക്കാറുണ്ട്. സ്കൂളുകളൊക്കെ സ്കൂൾ ബസ്സുകൾ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിന് മറ്റ് പെർമിറ്റുകൾ പോലും നൽകാറുള്ളൂ. പക്ഷെ ഇവിടെ അത്തരം പരിശോധന ഉണ്ടായില്ലേ? മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കാണ്. ഇതുപോലുള്ള ഇത് കാലപ്പഴക്കം ചെന്ന ബസ്സാണോ? ഈ ബസ്സിന് മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഇതുപോലുള്ള ബസ്സുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന കർശനമായി തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ സ്കൂൾ ബസ്സുകൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി മറ്റൊരു കമ്പനിക്ക് കരാർ കൊടുത്തിരിക്കുന്നു. അവരാണ് ഈ സ്കൂൾ ബസ്സുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ട ബസ് ഈ സ്കൂളിന്റെ ബസ്സല്ല. ഈ വാഹനം സ്കൂൾ ബസ് ലഭ്യമാകാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നും മറ്റൊരു ബസ് കൊണ്ടുവന്നാണ് താൽക്കാലികമായി ഈ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 ആഴ്ച മുമ്പ് ഈ മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ കൂടി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തുകയും അതിലെല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാണെങ്കിൽ മാത്രം മോട്ടോർ വാഹന വകുപ്പ് ഒരു സ്റ്റിക്കർ നൽകുകയും ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ കയറ്റി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ചട്ടങ്ങളും നിയമങ്ങളും നിലനിൽക്കുന്നതെങ്കിൽ കൂടി 2 ആഴ്ച മുമ്പാണ് ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകി എന്ന് പറയുന്നു. ഏത് തരത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് എന്നുള്ളത് നമുക്കിപ്പോൾ സംശയമാണ്. കൃത്യമായ പരിശോധന നടന്നിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. ഈ മോട്ടോർ വാഹന വകുപ്പ് സംഘം ഈ വിവരം പറഞ്ഞ് സ്കൂളിലെത്തിയപ്പോൾ ഈ ബസ് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. സ്കൂൾ അധികൃതരും വ്യക്തമായി പറഞ്ഞില്ല. കാരണം മറ്റൊരു ബസ് കാണിച്ചു കൊടുത്തിട്ട് ഈ ബസ്സാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞെങ്കിലും തുടർന്ന് ഈ ഉദ്യോഗസ്ഥർ GPS സംവിധാനം, ഈ മുൻപ് വന്നാണ് ഒരു നിയമം സ്കൂൾ ബസ്സുകളൊക്കെ GPS സംവിധാനം വേണമെന്നുള്ളത്. അതേ തുടർന്ന് GPS വെച്ച് പരിശോധിച്ചപ്പോഴാണ് പാലക്കാട് കൊപ്പത്തിനടുത്ത് നിന്നും ഈ ബസ് കണ്ടെത്തിയത്. തുടർന്ന് വാഹനത്തിൽ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് പല അപാകതകളും കണ്ടെത്തിയത്. തുടർന്ന് സ്കൂളിൽ നടത്തി പരിശോധന. സ്കൂളിൽ നടത്തിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ 8ഓളം ബസ്സുകൾക്ക് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. പല അപാകതകളും കണ്ടെത്തി. ഈ ബസ്സുകളുടെയൊക്കെ ഫിറ്റ്നസ് റദ്ദാക്കുകയും സ്കൂളിന് വലിയൊരു തുക 30,000 രൂപ തുക പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്.
എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഭാഗ്യം കൊണ്ടാണ് ഈ വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. ഈ സ്കൂളുകൾ തന്നെ, സ്കൂൾ അധികൃതർ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന, കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾ അത് കാലപ്പഴക്കം ചെന്നതാണോ, അങ്ങനെയെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കണം. അത് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇതുപോലുള്ള ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ പൊതുനിരത്തിലിറക്കാവൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.